വ്യക്തിയെ ഒരു വ്യക്തിത്വത്തെയും അദ്ദേഹത്തിൻ്റെ സംഘത്തെയും അപമാനിക്കുവാൻ ശ്രമിച്ചത് ഇവിടെയൊക്കെയാണ് ജനാധിപത്യ ധ്വംസനം നടന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് രാജേഷ് ഇക്കാര്യത്തിൽ രാജേഷ് ഇത് പറഞ്ഞു വരുമ്പോൾ രാജേഷിന്റെ പ്രസ്ഥാനം പോലും ഈ വിഷയത്തിൽ പല സ്റ്റാൻഡുകളായിരുന്നു. ഓരോ തവണയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണാനുണ്ടായിരുന്നു. ബി ജെ പി ഒരിക്കലും തന്നെ ബി ജെ പിയുടെ നിലപാട് മാറ്റിയിട്ടില്ല. ബി ജെ പി ഭരിക്കുന്ന സമയത്ത് തന്നെ ശക്തമായ ജൻ ലോക്പാൽ ബില്ല് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു പ്രധാനമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ലോക്പാൽ ബില്ല് നടപ്പിലാക്കണം എന്നുള്ള നിലപാടാണ് ബി ജെ പിക്ക്. എന്നാൽ സാഹചര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ ഈ ചർച്ച വന്ന സമയത്ത് ബി ജെ പി ഒന്നാമതായിട്ട് പറഞ്ഞത് സമരം ചെയ്യുവാനായിട്ട് ജനാധിപത്യ മാർഗത്തിൽ സമരം ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ അവകാശം അത് നിഷേധിക്കുവാൻ പാടില്ല. ഞങ്ങളുടെ നിലപാട് ഒരിക്കലും മാറ്റിയിട്ടില്ല. അങ്ങനെ വളരെ കൃത്യമായ നിലപാടിൽ തന്നെയാണ് ബി ജെ പി പോലുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉറച്ചു നിൽക്കുന്നത്. ജനാധിപത്യ ധ്വംസനം നടത്തിയത് സർക്കാരാണ് എന്നുള്ള അഭിപ്രായമാണ് അവർക്ക് ഇപ്പോഴും ഉള്ളത്. അല്ല, അത് എനിക്ക് എൻ്റെ സുഹൃത്ത് പറഞ്ഞതിനെ കുറിച്ച് ചില വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഒന്നാമത് അണ്ണാ ഹസാരെ വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട്. അണ്ണാ ഹസാരെ വിമർശിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. ആരെയും ഇന്ത്യൻ പ്രസിഡന്റിനെയും അതുപോലെ ജുഡീഷ്യറിയിലെ ജഡ്ജസിനെയും ഒഴിച്ച് ആരെയും വിമർശിക്കുവാൻ ആർക്കും അവകാശമുണ്ട്. അണ്ണാ ഹസാരെ വിമർശിച്ച് കോൺഗ്രസിൻ്റെ വക്താക്കൾ വിമർശിച്ചെങ്കിൽ അത് അവരുടെ അവകാശമാണ്. അതിനോട് യോജിക്കാനുമുള്ള അവകാശം ആർക്കുമുണ്ട്. എൻ്റെ സുഹൃത്ത് അതിനോട് യോജിക്കുന്നില്ല, അതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയരുത്. രണ്ടാമത് അണ്ണാ ഹസാരെ അറസ്റ്റ് ചെയ്തത് അത് സ്വാഭാവികമായി ആരായാലും ഉണ്ടാകരുത്. കാര്യം പോലീസ് അവിടെ 144 പ്രഖ്യാപിച്ചു. 144 പ്രഖ്യാപിച്ചിടത്ത് അവിടെ പോയി ഇരിക്കും, സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ ദ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അത് മാത്രമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഗവൺമെൻറ് ഉടനെ വിട്ടയക്കുകയും ചെയ്തു. അദ്ദേഹത്തെ അല്ലാതെ അറസ്റ്റ് ചെയ്ത് കോടതി ഒരാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിട്ട് പോലും അതിന് തയ്യാറായില്ല. ആ അറസ്റ്റിനെ സാങ്കേതികമായി മാത്രമേ കാണാൻ പറ്റുള്ളൂ. 144 ലംഘിച്ചുകൊണ്ട് ഇപ്പം ഞാൻ പോയാലും എന്നെ അറസ്റ്റ് ചെയ്യും. ഒരു വേറെ മന്ത്രി പോയാലും അറസ്റ്റ് ചെയ്യും. 144 പ്രഖ്യാപിച്ചാൽ 144 പ്രഖ്യാപിച്ചത് തെറ്റാണ് എന്ന് വാദമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാം. പക്ഷെ ഒരിക്കൽ 144 പ്രഖ്യാപിച്ചാൽ അത് തെറ്റാണ് എങ്കിലും ശരിയാണെങ്കിലും അത് പാലിക്കുവാനുള്ള ബാധ്യത പോലീസിനുണ്ട്. അത് പോലീസ് പാലിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിയമവാഴ്ചയില്ലെന്നാണ്. അപ്പോൾ അങ്ങനെയാണ് അണ്ണാ ഹസാരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം പറഞ്ഞു. അതായത് ഇത്തരം അറസ്റ്റുകൾ ഇതിനേക്കാൾ വലിയ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? നമ്മൾ ബി ജെ പിയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? നമ്മുടെ ജാഥ നടത്തിയപ്പം വലിയ ജന്മഭൂമി ജാഥ നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അദ്വാനി അറസ്റ്റ് ചെയ്തില്ലേ? പ്രൊഫസർ, പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇവിടെ ഉണ്ടാകുന്ന ഒരു വലിയ സംശയം, ഈ ഒരു വിഭാഗം ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു വലിയ കാര്യം, സർക്കാർ ഇന്നത്തെ അവസരത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അണ്ണാ ഹസാരെയുടെ സമരത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ജനാധിപത്യം എന്നോടാണോ ചോദിച്ചത്? തീർച്ചയായും. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ പറയുന്നതോ ജനാഭിപ്രായത്തിനോ വഴങ്ങുന്നത് കീഴടങ്ങലാണോ? ജനാധിപത്യത്തിന്റെ ഭാഗമാണത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സർക്കാരിന്റെ ബില്ല് അതുപോലെ പാസ്സാക്കണമെന്ന് സർക്കാരിന് നിർബന്ധമില്ലാഞ്ഞതുകൊണ്ടും ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ് ബില്ലിൽ ആവശ്യം മാറ്റം വരുത്തുവാൻ വേണ്ടിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടത്. അതുകൊണ്ടാണ് അണ്ണാ ഹസാരെയും കൂട്ടരെയും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ചു വരുത്തിയത്. അപ്പോൾ അണ്ണാ ഹസാരെയുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് കീഴടങ്ങലല്ല, സർക്കാരിന്റെ ജനാധിപത്യ സ്വഭാവമാണ്. ഇപ്പോൾ സർക്കാർ പറയുകയാണ് ഞങ്ങൾ കൊണ്ടുവന്ന ബില്ല് ഒരു മാറ്റവും വരുത്താതെ അത് തന്നെ പാസ്സാക്കണം എന്ന് സർക്കാർ നിർബന്ധിച്ചാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്. ജനങ്ങളുടെ അഭിപ്രായത്തിന് ആരുടെ തന്നെ ആയാലും, ഭൂരിപക്ഷത്തിന്റെ ആയാലും ന്യൂനപക്ഷത്തിന്റെ ആയാലും ചെറിയ സമൂഹത്തിന്റെ ആയാലും അഭിപ്രായം കേൾക്കുകയും അതുകൂടെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഏറ്റവും വലിയ ജനാധിപത്യ പ്രവർത്തനമാണ്. അതാണ് സർക്കാർ ചെയ്തിരുന്നത്. ഈ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ യഥാർത്ഥ അന്തസ്സത്തെ ഉൾക്കൊള്ളുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ആരോപണം ഒരു വശത്ത് ഉയരുകയാണ്, സർക്കാർ ചെയ്തത് ശരിയല്ല എന്ന്. എന്തർത്ഥമാണ് അതിലുള്ളത് രാജേഷ്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ബഹുമാനപ്പെട്ട കുര്യൻ സാർ പറഞ്ഞതിന് ഒരു മറുപടി പറഞ്ഞോട്ടെ.
കുര്യൻ സാർ നേരത്തെ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പ്രകടനം നടത്തുന്നു, എംപിമാരുടെ വീട്ടിലേക്ക് പ്രകടനം നടത്തുന്നു, അത് ജനാധിപത്യ ധ്വംസനമാണ് എന്നൊക്കെ പറഞ്ഞു. അടുത്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ആർക്കും ആരെയും വിമർശിക്കാം, അന്നാ ഹസാരയെ വിമർശിക്കുവാൻ വേണ്ടി ജനാധിപത്യത്തിൽ കോൺഗ്രസിൻ്റെ വക്താക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് അവർ വിമർശിച്ചതെന്ന്. അതേപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, പ്രധാനമന്ത്രിയുടെയും എംപിമാരുടെയും വീട്ടിലേക്ക് സമരം ചെയ്യുവാനും ഘരാവോ ചെയ്യുവാനുമുള്ള അവകാശം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉണ്ട്. അതുപയോഗിച്ചിട്ടാണ് അവിടേക്ക് പ്രകടനം നടത്തിയത്, അവിടെ ഘരാവോ അവിടെ അവർ സമര പരിപാടികൾ സംഘടിപ്പിച്ചത്. അതെങ്ങനെ ജനാധിപത്യ ധ്വംസനമാകും? അപ്പോൾ അന്നാ ഹസാരെ വിമർശിക്കുന്നത് ജനാധിപത്യ ധ്വംസനം അല്ലെന്ന് പറയുന്ന അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയ ജനാധിപത്യ ധ്വംസനമാകുന്നു എന്ന് പറയുന്നു. ഞാൻ സൂചിപ്പിച്ചത് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എക്കാലവും സ്വീകരിക്കുന്ന ഒരു നയമാണ്. കോൺഗ്രസ് പറയുന്നതിന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവൃത്തിക്ക് എതിരെ പറയുന്നതിനൊക്കെ തന്നെ ജനാധിപത്യ ധ്വംസനമെന്ന് പറയുക. ഇത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വളരെ മനോഹരമായിട്ട് കോൺഗ്രസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് 10-15 ദിവസങ്ങൾക്ക് മുമ്പ് ഇതാകാമായിരുന്നില്ല? എന്തുകൊണ്ട് ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ യശസ് ഒരു പടി കൂടി ഉയർന്നേനെ. അത് ചെയ്യുവാൻ അപ്പോൾ ഇന്ന് കേന്ദ്ര സർക്കാർ ചെയ്തത് കേന്ദ്ര സർക്കാരിൻ്റെ മഹാമനസ്കതയാണ് എന്നൊക്കെ വരച്ചു കാട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ശ്രമം നടത്തിയാലും ഇന്ത്യൻ ജനതയ്ക്കും ഇന്ത്യൻ രാഷ്ട്രീയം പഠിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അറിയാം, കോൺഗ്രസ് സർക്കാർ, ദേശീയ സർക്കാർ ഇത് ചെയ്യുവാൻ വേണ്ടിയിട്ട് നിർബന്ധിതരായിരിക്കുന്നു. അഴിമതി കൊണ്ട് പൊറുതി കൂട്ടിയ കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരവും പാർലമെൻറ്റിനുള്ളിലും പാർലമെൻറ്റിന് പുറത്തും നടക്കുന്ന ജനവികാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് സർക്കാരിന് ഇത് ചെയ്യുക. ഇപ്പോൾ CPI നേതാവ് മുൻ എംപിയുമായ പന്ന്യൻ രവീന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ഇപ്പോൾ തലസ്ഥാനം ഒരുപക്ഷെ ജൻ ലോക്പാലിലും അരുണ റോയ് കൊണ്ടുവന്ന ലോക്പാൽ കരടിലുമൊക്കെ ചർച്ചയാകാമെന്ന് പറഞ്ഞിരിക്കുന്നു സർക്കാർ. അപ്പോഴും ഉയരുന്നൊരു വലിയ ചോദ്യം, ഈ ജനാധിപത്യ മാർഗങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഇത്തരമൊരു സമരത്തിന്റെ ആവശ്യകത ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അത് പ്രസക്തമായ ചോദ്യം തന്നെയാണ്. കാരണം ഇങ്ങനെയൊരു സമരത്തിന് അവസരമുണ്ടാക്കിയതാരാ? ഇതിന് അവസരമുണ്ടാക്കിയത് തികച്ചും നമ്മുടെ രാജ്യത്തിലെ ഭരണം നടത്തുന്ന ആളുകൾ തന്നെയാണ്. ഭരണാധികാരികളുടെ ഈ കാര്യങ്ങളിലുള്ള നിസ്സംഗത, അല്ലെങ്കിൽ ഇതിൽ നിന്നും കാര്യമാക്കാനില്ല എന്ന മനോഭാവം, ആ മനോഭാവമാണ് രാജ്യത്തിലാകമാനമുള്ള ജനങ്ങളുടെ മനസ്സിൽ ഒരു കരുതലായി കടന്നു വന്ന ഈ നാട്ടിന്റെ ഏറ്റവും മോശം മുഖമുദ്ര ഉണ്ടാക്കിയ നമ്മുടെ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനങ്ങളെ നയിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു എന്നൊരു ചിന്ത എല്ലാവരെയും മനസ്സിലുണ്ടായി. ആ ചിന്തയാണ് ഇതിനെല്ലാം തന്നെ വഴിവെച്ചത്. മാത്രമല്ല, അത് വന്നപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ച നടപടി എന്തായിരുന്നു? ഇവിടെ പ്രതിഷേധിക്കാൻ ആർക്കും അധികാരമില്ലേ? ഒരു പ്രതിഷേധിക്കാൻ വേണ്ടി സമരം നടത്താൻ വേണ്ടി പോയപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു 21 നിബന്ധനകളുണ്ട്, അതിന് എഴുതി സമ്മതം പറഞ്ഞാലേ സമരം നടത്താൻ പറ്റൂ. ഇവിടെ പറഞ്ഞു നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരെതിരായി പോരാടിയ രാജ്യമാണ്, മഹാത്മാഗാന്ധി സമരം നടത്തിയ രാജ്യമാണ്. മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരുടെ ആജ്ഞ അനുസരിച്ച് സമരം നടത്തിയതല്ല. രാജ്യത്തിലെ ജനങ്ങൾക്ക് സമരം നടത്താൻ ഭരണഘടനാപരമായ അധികാരമുണ്ട്, അവകാശമുണ്ട്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. പ്രൊഫസർ, ഒരുപക്ഷെ ഇപ്പോഴും വിരൽ ചൂണ്ടപ്പെടുന്നത് സർക്കാരിനെതിരെയാണ്, ഈ ഇത്തരമൊരു സാഹചര്യം ഒരുക്കിയത് സർക്കാരാണെന്നുള്ള തരത്തിൽ തന്നെയാണ് പല മേഖലകളിൽ നിന്നും ആക്ഷേപങ്ങൾ ഉയരുന്നത്. എനിക്ക് അതിന് മറുപടി പറയുന്നതിന് മുമ്പ് രാജേഷ് പറഞ്ഞതിനെക്കുറിച്ച് പ്രതികരിക്കാനുണ്ട്. ഇപ്പോൾ രാജേഷ് പറഞ്ഞു, അതായത് അണ്ണാ ഹസാരെ വിമർശിച്ചതും അതുപോലെ തന്നെ എംപിമാരെ കരാവോ ചെയ്യുന്നത് ഒരുപോലാണെന്ന്. വിമർശനമെന്ന് പറയുന്നത് വിമർശിക്കാനുള്ള അവകാശം പൂർണ്ണമായി നമുക്കുണ്ട്. എംപിമാരെ കരാവോ ചെയ്ത് ഇന്ന രീതിയിൽ വോട്ട് ചെയ്യണമെന്ന് സമ്മർദ്ദം ചെലുത്തുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അത് എനിക്ക് MP എന്ന നിലയിൽ പാർലമെന്റിൽ എങ്ങനെ വോട്ട് ചെയ്യണമെന്നുള്ളത് എനിക്ക് തീരുമാനിക്കാനുള്ളതാണ്. അത് ഇന്ന രീതിയിൽ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് കരാബോ ചെയ്യുന്നത് ഫാസിസമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. അത് രാജേഷിനെ പോലുള്ള ഒരാൾ അറിയേണ്ടതാണ്. വിമർശിക്കുന്നതും MPമാരെ കരാവോ ചെയ്യുന്നതും ഒരുപോലല്ല. ആരെ കരാവോ ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. അത് ഒന്നാമത്തെ കാര്യം. MPമാരെ എന്തിനാ കരാവോ ചെയ്യുന്നത്? ഇന്ന രീതിയിൽ വോട്ട് ചെയ്യാൻ. അത് നിങ്ങൾ ഒരു ജനറൽ ഇലക്ഷന് വോട്ട് പോകുന്ന ആളുകളെ സമ്മർദ്ദം ചെലുത്തി വോട്ട് ജയിക്കുന്ന പോലെ. അത് ജനാധിപത്യ വിരുദ്ധമാണ്. രാജേഷ് ഈ പ്രൈമറി പാഠം ആദ്യമായി മനസ്സിലാക്കേണ്ടതാണ്. രണ്ടും ഒരുപോലാണ് എന്ന് പറഞ്ഞ് ശരിയല്ല. രാജേഷ് തരംതാണ രാഷ്ട്രീയത്തിലോട്ട് പോയോണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ചോദ്യം ആ രീതിയിൽ ചർച്ചയെ മാറ്റരുതായിരുന്നു. രാജേഷ് ഒരു കാര്യം അറിയണം, കോൺഗ്രസ് പാർട്ടി നിർബന്ധിതമായെന്നാണ് രാജേഷ് പറയുന്നത്. BJP 6 വർഷം ഭരിച്ചതല്ലേ, 7 വർഷം ഭരിച്ചതല്ലേ.
എന്തുകൊണ്ട് ഈ ബില്ല് കൊണ്ടുവന്നില്ല? ഞാനൊരു കാര്യം പറയാം. 2002 ഈ ലോക്പാൽ ബില്ല് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന പ്രണാബ് മുഖർജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2002 ഫെബ്രുവരിയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചതാണ്. ഇപ്പോൾ രാജേഷ് പറഞ്ഞ ബില്ല് 2003 BJP ഭരിച്ചു, 2004 BJP ഭരിച്ചു, പിന്നെയും 2.5 വർഷം അത് കഴിഞ്ഞ് ഭരിച്ചു. ഇത് പാസ്സാക്കാൻ ഒരു ദിവസം മതിയായിരുന്നു. എന്തുകൊണ്ട് പാസ്സാക്കിയില്ല? ഇപ്പോൾ കോൺഗ്രസ് നിർബന്ധിതമായി എന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോൾ രാജേഷ് ഇതുകൂടി ഓർക്കണം. സ്വന്തം കണ്ണിൽ കോല് കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടിന് പോകരുത്. രാജേഷ് തരംതാണ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞാനും ഇത് പറഞ്ഞത്. രാജേഷ് അദ്ദേഹത്തിനുണ്ടായ കാരണം നമ്മുടെ പാർലമെന്റ് ജനാധിപത്യത്തിന്റെ പല മേഖലകളും വളരെ കൃത്യമായി കണ്ട ഒരു വ്യക്തിത്വ നിലയിൽ അദ്ദേഹത്തിനുണ്ടായ ഈ ആശങ്കകൾ ചെറുതല്ല. ബഹുമാനപ്പെട്ട കുര്യൻ സാറിൻ്റെ ക്ഷോഭവും കുര്യൻ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും അതേ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുന്നു. അദ്ദേഹം പറഞ്ഞ അതേ വികാരത്തോടുകൂടി ഞാൻ മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും ഇന്ത്യൻ പാർലമെൻറ്റിലെ പരിചയത്തെയും ഒക്കെ തന്നെ ഞാൻ മാനിക്കുന്നു. BJP ഇന്ത്യ ഭരിച്ച സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് ലോക്പാൽ ബില്ല് കൊണ്ടുവന്ന അവസ്ഥയും അന്ന് അടൽ ബിഹാരി വാജ്പേയി വളരെ ആത്മാർത്ഥമായിട്ട് വളരെ നേരായ ഒരു നിലപാടെടുത്തു. എന്നെ കൂടി പാർലമെൻറ്റ് ലോക്പാൽ ബില്ലിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. ഞാൻ അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് MP-മാരുടെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് MP-മാരെ അവിടെ പിടിച്ചിരുത്തി വോട്ട് ചെയ്യിക്കാനൊന്നും ഇവിടെ ആരും ശ്രമിച്ചില്ല. പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തിയത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് എന്നൊക്കെയുള്ള ചർച്ച വന്നതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഞാൻ ജനാധിപത്യ ധ്വംസനം എന്ന് പറഞ്ഞത് നേരത്തെ ഇവിടെ മുൻ MP ബഹുമാനപ്പെട്ട പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹം പറഞ്ഞു നിബന്ധനകൾ. ഞാൻ അതിലേക്ക് കടന്നില്ല. 5000 പേരിൽ കൂടുതൽ പ്രകടനത്തിന് വരരുത്, 50 വാഹനങ്ങൾ കൂടുതൽ പാർക്ക് ചെയ്യരുത്, പ്രകോപനപരമായിട്ട് മുദ്രാവാക്യം വിളിക്കരുത്, പ്രകോപനപരമായിട്ട് പ്രസംഗിക്കരുത്. ഇങ്ങനെയൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സമരം നടത്തുവാൻ വേണ്ടിയിട്ട് നിബന്ധനകൾ വയ്ക്കുവാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലറുടെ ആത്മാവ് കടന്നുകൂടിയ ഒരു ഭരണ സംവിധാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എനിക്ക് ബഹുമാനപ്പെട്ട PJ കുര്യൻ സാറിനോട് വളരെ ഖേദപൂർവ്വം പറയാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കേന്ദ്ര ഗവൺമെന്റിനെയും ഹിറ്റ്ലറിന്റെ ആത്മാവ് പിടികൂടിയിരിക്കുകയാണ്. ഒരു ഫാസിസ്റ്റ് സർക്കാരിന് മാത്രമേ ഇത്തരം നിബന്ധനകൾ വയ്ക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ്. അങ്ങയിൽ നിന്ന് അവസാനമായി ഒരു മറുപടി കൂടി. സ്വാഭാവികമായി തന്നെ ഈ ഒരു വിഷയത്തിൽ വിരൽ ചൂണ്ടൽ ഉണ്ടാകുന്നുണ്ട് സർക്കാരിനെതിരെ. സർക്കാരിനെതിരെ വിരൽ ചൂണ്ടൽ ഉണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ ഒരു സമരം ഡൽഹി പോലൊരു സിറ്റിയിലോ ഏതൊരു സിറ്റിയിലും സമരം ചെയ്യുമ്പോൾ ആ സമരം നിയമവാഴ്ചയ്ക്ക് ഘടകവിരുദ്ധമാകാതെ ജനങ്ങളുടെ സ്വാഭാവികമായ സൗകര്യങ്ങൾക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സമാകാതിരിക്കുവാൻ തക്കവണ്ണം അത് റെഗുലേറ്റ് ചെയ്യാനുള്ള അവകാശം ഏത് ഗവൺമെൻറ്റിനുമുണ്ട്. ഡൽഹി ഗവൺമെൻറ് മാത്രമല്ല, എല്ലാ ഗവൺമെൻറ്റുകളും അത്തരത്തിലുള്ള റെഗുലേഷൻ സമരം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാറുണ്ട്. സമരക്കാരുമായി നേരത്തെ സംസാരിച്ച് ധാരണയിലെത്തുക എന്നുള്ളത് ഡൽഹിയിൽ ആദ്യമല്ല, നേരത്തെയും നടന്നിട്ടുള്ളതാണ്. ഇപ്പോഴും സമരം ചെയ്യുന്നത് സർക്കാരിനോട് സംസാരിച്ച് കുറേ സർക്കാർ പറഞ്ഞ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ടാണ്. ഇത് ഇവിടെയല്ല, ഇതിനു മുമ്പ് എല്ലാം നടന്നിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. തീർച്ചയായും പ്രൊഫസർ, ഒരുപക്ഷെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. സമയപരിമിതി എന്തായാലും ന്യൂസ് ടുഡേ പൂർണ്ണമാവുകയാണ്. വളരെ നന്ദി പ്രൊഫസർ PJ കുര്യൻ, രാജ്യസഭാ ചീഫ് വിപ്പ്, ഒപ്പം യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് VV രാജേഷ്, ഒപ്പം മുൻ MP പന്ന്യൻ രവീന്ദ്രൻ CPI നേതാവ് ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് ന്യൂസ് ടുഡേ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. മിഡിൽ ഈസ്റ്റ് എഡിഷൻ 11 ജയ്.